സിനോദോസ് എന്ന വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ സമ്മേളനം എന്നാണ് അർത്ഥം. 1599 ജൂൺ 20 മുതൽ 26 വരെ വൈക്കത്തിനും തൃപ്പൂണിത്തുറയ്ക്കും ഇടയ്ക്കുള്ള ഉദയംപേരൂർ വച്ച് ഒരു സുനഹദോസ് അതായത് സിനോദോസ് നടന്നു. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കും പോർച്ചുഗീസുകാർക്കും തമ്മിലുള്ള മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് കേരളത്തിലെ ക്രൈസ്തവരെ റോമൻ സഭയുടെ കീഴിൽ കൊണ്ടുവരികയായിരുന്നു അതിന്റെ ലക്ഷ്യം. ഗോവ ആർച്ച് ബിഷപ്പ് അലക്സിസ് ഡി മെനസിസ് അധ്യക്ഷത വഹിച്ച ഈ 7 ദിനങ്ങളിൽ ആകെ 9 സമ്മേളനങ്ങൾ നടന്നു. 813 പ്രതിനിധികൾ സമ്മേളനത്തിന്റെ ഭാഗമായി. ദൈവവിരുദ്ധത ആരോപിക്കപ്പെട്ട സുറിയാനി പുസ്തകങ്ങൾ തിരുത്തുന്നതിനും കത്തിക്കുന്നതിനും സമ്മേളനം സാക്ഷ്യം വഹിച്ചു. സമ്മേളനം കേരളത്തിലെ ക്രൈസ്തവരെ റോം ആസ്ഥാനമാക്കി പ്രവർത്തിച്ചിരുന്ന പോപ്പിന്റെ ആധിപത്യത്തിന് കീഴിലാക്കി. സുനഹദോസിനു ശേഷം പോർച്ചുഗൽ രാജാവ് ഇന്ത്യൻ ക്രിസ്ത്യാനികളുടെ സംരക്ഷകനായി തീർന്നു. സുനഹദോസിനു ശേഷം ലത്തീൻ മാർഗം